ഓക്കെ, നമ്മൾ ഇന്ന് സ്ട്രെയിറ്റ് ലൈൻസ് അല്ലേ റിവിഷൻ പറഞ്ഞിരുന്നേ? ഓക്കെ ഓക്കെ, ആദ്യം എന്താ നമ്മൾ പഠിച്ചത് സ്ട്രെയിറ്റ് ലൈൻസില്? എവിടെ പോണം? എന്താ നമ്മൾ ആദ്യം പഠിച്ച സ്ട്രെയിറ്റ് ലൈൻസില്? സ്ലോപ്പിന്റെ ഇക്വേഷനാ പഠിച്ചത് അല്ലെ? സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? സ്ലോപ്പ് ഓഫ് എ ലൈൻ ഇക്വേഷൻ പറഞ്ഞേ. ആ, slope is denoted by the letter m. m is equal to പറഞ്ഞേ. tan theta ഒരു ഇക്വേഷൻ ആണ്. പിന്നെയോ രണ്ട് പോയിന്റ്സ് ആണ് ആ ലൈനിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? y2 minus y1 divided by x2 minus x1. സോ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചത്. ഫസ്റ്റ് വൺ m is equal to tan theta. തീറ്റ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ഇക്വേഷൻ, ഏത് ഇക്വേഷനെ യൂസ് ചെയ്യാം? m is equal to tan theta. ഇനി ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ആ ലൈനിലുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷനെ യൂസ് ചെയ്യാം? m is equal to y2 minus y1 divided by x2 minus x1. ഇനി രണ്ട് പാരലൽ ലൈൻസിന്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? ലെറ്റ് L1 and L2 be two parallel lines. L1 L2 രണ്ട് പാരലൽ ലൈൻസ് ആണെങ്കിൽ അവരുടെ സ്ലോപ്പിനെ പറ്റി നമുക്ക് എന്താ പറയാനായിട്ട് പറ്റുക? സ്ലോപ്പ് വിൽ ബി സെയിം. m1 is equal to m2 if L1 and L2 are two perpendicular lines. Perpendicular lines ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? Product of the slope will be equal to -1. m1 m2 is equal to -1. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേ. ക്യാമറ ഓൺ ചെയ്യട്ടോ നിങ്ങൾ രണ്ടുപേരും. രണ്ടുപേരല്ല, 3 പേര്. വേദ, ദിയ, സൈന. അജയ് വന്നിരുന്നു പോയി. കഴിഞ്ഞോ? എന്ത് ലേറ്റ് ആയ? എന്ത് ഗായത്രി ലേറ്റ് ആയ? എന്താ ലേറ്റ് ആയ? പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല. എഴുതിയോ? ഇനി നമ്മൾ ടാൻ തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നല്ലോ. എന്തായിരുന്നു? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു അത് ഓക്കെ, സ്ലോപ്പിന്റെ ഇക്വേഷൻ. മോഡുലസ് ഓഫ് m2 minus m1 divided by 1 plus m1 m2. സംസാരിക്കല്ലേ. നെഗറ്റീവ് കിട്ടില്ല, അതിനല്ലേ മോഡൽസ് ഇട്ടേക്കണം.
ആ മോഡ് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയല്ലേ? 2x+y. അത് മോഡ് വരുമ്പോ ഇപ്പൊ മോഡ് എക്സ് എന്നാണ് വരണമെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ നെഗറ്റീവും ആകാം പോസിറ്റീവും ആകാം. അപ്പൊ നമ്മൾ രണ്ട് കേസും കണ്ടുപിടിക്കാറുണ്ട്. പക്ഷെ ഇത് വാല്യൂസ് അതല്ല, അത് മോഡുലസ് വാല്യൂ പോസിറ്റീവ് ആണ്. എക്സിന്റെ വാല്യൂ പോസിറ്റീവും നെഗറ്റീവും ആകാം. ഇപ്പൊ 5 ഇപ്പൊ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടുകയാണ്. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 5. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താകാം? ഇപ്പൊ മോഡുലസ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. മോഡുലസ് ഓഫ് -5 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തൊക്കെയാകാം? 5 ആകാം, -5 ആകാം. മോഡുലസ് വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കേസിൽ രണ്ട് കേസും എഴുതണം. ഓക്കെ, കഴിഞ്ഞോ? ചോദിച്ചോല്ലോ. ആണോ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല. മറ്റേ അത് ഒരു പ്രാവശ്യം വേദാതി അവര് ഒരു പ്രാവശ്യം ഇത് സെയിം ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടുകയാണ്. മോഡ് വിമൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യണത്. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 5. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തൊക്കെയാകാം? 5 ആകാം, -5 ആകാം. അതാ പറഞ്ഞത്. മോഡുലസ് ഓഫ് 2x+y ഇസ് ഈക്വൽ ടു ഒരു 2 എന്ന് കിട്ടിയത്. അപ്പൊ ഇതെന്ന് പറയണത് ഒന്നെങ്കിൽ മൈനസ് ഓഫ് 2x+y ഇട്ടും ചെയ്യണം, 2x+y ഇട്ടും ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. ഇത് കഴിഞ്ഞില്ല, ഇത് കംപ്ലീറ്റ് ചെയ്തില്ല. ഇനി വേരിയസ് ഇക്വേഷൻസ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. Various forms of the equation of a line. എഴുതിയോ? First one, point slope form. ഇവിടെ ഒരു ലൈനിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ടാകും. ആ ലൈനിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി ഇക്വേഷൻ? y മൈനസ് y0 y1 ആണ് നിങ്ങൾ പഠിച്ചത്. y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് എഴുതിക്കോ. ഇവിടെ x1 y1 എന്ന് പറയുന്നത് പോയിന്റ് ഓൺ ദ ലൈൻ ആയിരിക്കും. m എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ്. x1 y1 അല്ലെങ്കിൽ നിങ്ങൾ x1 y0 ആണ് എഴുതിയേക്കുന്നെങ്കിൽ അങ്ങനെ. ടെക്സ്റ്റ് ബുക്കിൽ x0 y0 ആണ്, പക്ഷെ കോമൺലി x1 y1 ഇട്ടും ചെയ്യാറുണ്ട്. കുഴപ്പമില്ല ഏതാണെങ്കിലും കേട്ടോ. നെക്സ്റ്റ് 2.4. 2.4 കാണാൻ പറ്റുന്നില്ല.
y minus y1 equal y2 minus y1 by x2 minus x1 into x minus x1. ഇവിടെ x1 y1 x2 y2 രണ്ട് പോയിന്റ്സ് ആണ്, രണ്ട് പോയിന്റ്സ് ഓൺ ദ ലൈൻ ആണ്. ഇങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചത്? അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ പഠിച്ചത്. നമ്മളിങ്ങനെയാ പഠിച്ചത്. എക്സ് മൈനസ് എക്സ് വൺ നോക്ക്. ഈ എക്സ് മൈനസ് എക്സ് വൺ ഇങ്ങോട്ടേക്ക് ഇടണോ? അതാണോ നിങ്ങളുടെ ഡൗട്ട്? അങ്ങനെയാണോ നമ്മൾ വിളിച്ചത്? ഒന്നുകൂടെ പറഞ്ഞേ. ഇൻറ്റു എക്സ് മൈനസ് എക്സ്. ഞാനിങ്ങനെയാ പഠിപ്പിച്ചത്, നിങ്ങളിങ്ങനെ നമ്മളിങ്ങനെയാ പഠിച്ചതും. രണ്ട് സെയിം ആണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോ y മൈനസ് y1 നിങ്ങൾ എങ്ങനെയാ പഠിച്ചത് പറഞ്ഞേ? ഈക്വൽ ഇതെല്ലാം സെയിം അല്ലേ? ഇല്ല, അതെന്ന് പറഞ്ഞാൽ അവിടെ ഇതിന്റെ രണ്ടും പിരിച്ചിട്ടുണ്ട്, അപ്പൊ രണ്ടും നെഗറ്റീവ് വരും, ക്യാൻസൽ ആയി പോകും, കുഴപ്പമില്ല. ഇതേ നോക്ക്, y മൈനസ് y1 by y2 minus y1 equal x minus x1 divided by x2 minus x1. ഇങ്ങനെയാണെങ്കിൽ കറക്റ്റ് അല്ലേ? ഇങ്ങനെയാണെങ്കിൽ കറക്റ്റ് അല്ലേ? ഇനി ഇതെന്ന് പറഞ്ഞാല് y1 മൈനസ് y2ന്റെ നെഗറ്റീവ് അല്ലേ? ഇതിനെ നമുക്ക് x1 മൈനസ് x2ന്റെ നെഗറ്റീവ് എന്ന് എഴുതാലോ. നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോ. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇത് എങ്ങനെ വേണം നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും എഴുതാം. ശരിയായിട്ട് മാത്രമേ തിരിച്ചും മറിച്ചും ചെയ്യാൻ പാടുള്ളൂ, അത് മാത്രമേ. ഇതാണ് ഇക്വേഷൻ. നിങ്ങൾ പഠിച്ച രീതിയിൽ നിങ്ങൾ ചെയ്തു. നമ്മളിവിടെ ഇങ്ങനെയാ പഠിച്ചത് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ്. എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. Slope intercept form. Y is equal to mx. Y is equal to mx plus c, where c is a y-intercept, and y is equal to m into x minus d, where d is a x-intercept. Y-intercept എന്ന് പറയുന്നത് y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഇതാണ് നമ്മുടെ ആക്സിസ്, ഇതാണ് ലൈൻ എന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മുടെ സി y ഇന്റർസെപ്റ്റ് സി. ഇതാണ് ഡി എക്സ് ഇന്റർസെപ്റ്റ്, എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. കഴിഞ്ഞോ? നെക്സ്റ്റ് ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോം എന്താ? എക്സ് ബൈ എ പ്ലസ് ആണ്, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ 1. എന്നിട്ട് എ എന്ന് പറയുന്നത് എന്താ?
ബി എന്ന് പറയുന്നത് എഴുതിക്കും. ക്വസ്റ്റ്യൻ എഴുതിക്കോളാ. അല്ലെങ്കിൽ വേണ്ട. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഏത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ആണ്. അവിടെ എ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് ഇന്റർസെപ്റ്റ് ആണ്, ബി എന്ന് ഉദ്ദേശിക്കുന്നത് വൈ ഇന്റർസെപ്റ്റ് ആണ്. ഇനിയിപ്പോ ക്വസ്റ്റ്യനിൽ എ ഇസ് ഈക്വൽ ടു വൈ ഇന്റർസെപ്റ്റ് തന്നാലോ, എ ഇസ് ഈക്വൽ ടു വൈ ഇന്റർസെപ്റ്റ് തന്നാൽ ഇക്വേഷൻ മാറും. അതല്ല, അത് നമ്മുടെ എലിപ്സിലും അതിനകത്തൊക്കെയാണ് അങ്ങനെ മാറണത്. എന്താ ഇല്ല, ഇതിനകത്തില്ല കേട്ടോ അങ്ങനെ. ഇനി നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. റൈറ്റ് ഹെഡിങ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഒരു ലൈനും ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? എന്താ ഇക്വേഷൻ? ഏതിക്കും പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഏതിക്കോളൂ. അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, the perpendicular distance small to d, the perpendicular distance of a line, the perpendicular distance of a line ax plus by plus c equal to 0 from a point x1 y1, from a point x1 y1 is given by d is equal to mod ax1 plus by1 plus c divided by root of a square plus b square. D is equal to mod ax1 plus by1 plus c divided by root of a square plus b square. ഇതെന്ന് പറയുന്നത് ഒരു ലൈനിൽ നിന്നും ഒരു പോയിന്റിലേക്കുള്ള, ഒരു പോയിന്റ് ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. എഴുതി കഴിഞ്ഞോ? എന്താണ് വിമലൊരു കൺഫ്യൂഷൻ? നെക്സ്റ്റ്, നെക്സ്റ്റ് ക്ലാസ്സിൽ റിവിഷൻ പറയുന്ന ചാപ്റ്റർ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് വരണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാം. എല്ലാവരും നെക്സ്റ്റ് വിമലപ്പ ഞാൻ പറഞ്ഞപ്പോ എന്താ എഴുതിക്കൊണ്ടിരിക്കുക? കുറച്ച് പേജ് സ്കിപ്പ് ചെയ്ത് എന്നിട്ട് അടുത്ത് പറയുന്ന എഴുതി.
The distance between അല്ല നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. The distance between two parallel lines. The distance between two parallel lines. Ax plus by plus c1 equal to 0. The distance between two parallel lines ax plus by plus c1 equal to 0. c1 equal to ax parallel lines അല്ലേ, അപ്പോൾ അതിനകത്ത് c2 മാത്രമേ ഡിഫറെന്റ് ആകുള്ളൂ. ax plus by plus c1 equal to 0 and ax plus by plus c2 equal to 0. നമ്മൾ എന്താ എഴുതിയ the distance between two lines is given by എന്താ equation modulus of c1 minus c2 divided by root of a square plus b square, given by d is equal to mod c1 minus c2 divided by root of a square plus b square. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. മോഡുലസ് ഉണ്ടല്ലോ. പഠിച്ചോ? ഇക്വേഷൻസ് പഠിച്ചോ? Next question. Write the question. What is the value of എന്താണ് വിമൽ? പഠിച്ചത് മതി. ക്വസ്റ്റ്യൻ എഴുത്. 6:30 ആകുമോ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും. What is the value of y? What is the value of y so that question. What is the value of y? What is the value of y so that line through 3y. What is the value of y so that line through 3 അത് കയ്യിലുണ്ടോ? അതിങ്ങനെ പോവാൻ നേരത്തെ തരാം. അതെനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ബാഗിനകത്ത് വയ്ക്കും. അടുത്തകത്ത് വയ്ക്കും. അതാ ഞാൻ പറയാം, എല്ലാം ചെയ്യും. എന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് y so that line through പേജ് നമ്പർ എന്തിനാണ്? അതിനകത്ത് ആൻസർ ഉണ്ട്, അതുകൊണ്ടാണ് എടുക്കുന്നത്. പിന്നെ ഇതിന്റെ താഴെ കിടക്കുന്ന ആൻസർ മാത്രം കാണാണ്ടിരിക്കും. വിമല ഇതേ line through 3y and 2, 7 is parallel to the line through -1, 4 and 0, 6. What is the value of y so that line through 3y and 2, 7 is parallel to the line through -1, 4 and 0, 6. ചെയ്തോ. Parallel to
parallel to the line through. Parallel to the line through. Negative 1, 4 and 0, 6. 2 മിനിറ്റ് തരാം ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയോ? നന്ദന, സയോൺ, വേദ, ദിയ, ക്വസ്റ്റ്യൻ കിട്ടിയോ? ആ ചെയ്യട്ടോ. ഡിസ്കസ് ചെയ്യേണ്ട, തനിയെ ചെയ്യുക. അറിയില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? എത്ര പേർക്ക് ആൻസർ കിട്ടി? ഒരെണ്ണം കിട്ടിയോ? ഒരു ആൻസറേ ഉള്ളൂ. ആൻസർ എത്ര കിട്ടിയ? കറക്റ്റ് ആണ്. അവിടെയാ? ഞാൻ ചെയ്യട്ടെ ബോർഡില്? എന്നാ വേഗം ചെയ്യ. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2 ലൈൻസ് പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ എന്താ നമുക്ക് അറിയാവുന്ന പാരലൽ ലൈൻസിനെ പറ്റിയിട്ട്? സ്ലോപ്പ് വിൽ ബി ഈക്വൽ. അപ്പൊ 2 ലൈൻസിന്റെയും 2 പോയിന്റ്സ് വീതം തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ലൈൻസിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഇക്വേറ്റ് ചെയ്യുക. ഞാൻ എഴുതാം. സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? m is equal to y2 minus y1 divided by x2 minus x1. This is the equation for finding slope അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചേ, ഇപ്പൊ ആരും എഴുതണ്ട, പറഞ്ഞായിട്ട് എഴുതിയാൽ മതി. എന്നാ വേഗം ചെയ്യും.
M1 എന്താ? M1 എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ലൈൻ എത്രയാ പറഞ്ഞേ? M1 is equal to പറ y2 മൈനസ് y1. ഇത് x1 y1, ഇത് x2 y2. ഫസ്റ്റ് ലൈനിന്റെ ആണ് പറയുന്നത്. അപ്പൊ y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ 7 മൈനസ് y ഡിവൈഡഡ് ബൈ 2 മൈനസ് 3. That is 7 minus y divided by minus 1. ഇനി M2 എന്താ? x1 y1, x2 y2. 6 minus 4 divided by 0 minus minus 1 which is equal to 2. ഇങ്ങനെയാണോ കിട്ടിയത്? Since two lines are parallel, രണ്ട് ലൈൻസും പാരലൽ ആണ്. അപ്പൊ എന്ത് പറയാം? പാരലൽ ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? M1 is equal to M2. Therefore 7 minus y divided by negative 1 is equal to 2. That is 7 minus y is equal to minus 2, which implies y is equal to 7 plus 2. That is equal 9. Y is equal to 9. കിട്ടിയോ? ആർക്കൊക്കെ ആൻസർ കിട്ടാത്ത? കിട്ടിയോ? Next question. Vimal, write the next question. Find the obtuse angle. നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? നന്ദന, സയോൺ, വേദ, ദിയ ആൻസർ കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. ഫൈൻഡ് ദി ഒബ്റ്റ്യൂസ് ആംഗിൾ. Find the obtuse angle, OBTUSE, obtuse angle between the lines x minus 2y plus 3 equals 0, x minus 2y plus 3 equals 0 and 3x plus y minus 1 equals 0 and 3x plus y minus 1 equal to 0. Find the obtuse angle between these two lines. ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള obtuse angle നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. obtuse angle means തീറ്റ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തൊക്കെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? tan theta is equal to സ്ലോപ്പ് പിന്നെയോ m2 minus m1 divided by 1 plus m1 m2. ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ ആ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? m1 വേണം, m2 വേണം. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് m1 ആൻഡ് m2. എങ്ങനെ കണ്ടുപിടിക്കും? if the equation is given, how we will find the value of m1 and m2? എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, y is equal to സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, y is equal to mx plus c. അപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷൻ ആ ഫോമിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് കിട്ടില്ലേ? y is equal to mx plus c. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ ഇതേ ഫോമിലോട്ട് മാറ്റുക, അതായത് y is equal to എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. അപ്പൊ you will get the value for m1 and m2. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താ? ഏതാ? y is equal to mx minus d അല്ലേ? mx minus md എന്ന് വരുമല്ലോ. y is equal to mx, അപ്പോഴും നമുക്ക് m ആയിട്ട് കിട്ടുന്നില്ലല്ലോ. y is equal to m into x minus d എന്നല്ലേ അത്? ആ ഫോമിലോട്ട് മാറ്റണ്ടേ? അപ്പൊ m കോമൺ ആയിട്ട് നമുക്ക് പുറത്ത് കിട്ടണം. മനസ്സിലായോ? ആ ഇക്വേഷൻ, ഇപ്പൊ രണ്ട് ഇക്വേഷനാണ് നമ്മുടെ ഉള്ളത്. y is equal to mx, അതാ പറയുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to m into x minus d ആണ്. ഈ ഫോമിലേക്ക് നമ്മൾ എങ്ങനെ ഇക്വേഷനെ മാറ്റും? എങ്ങനെ മാറ്റും അറിയില്ലല്ലോ നമുക്ക്. നമ്മൾ എങ്ങനെ മാറ്റും ഇക്വേഷൻ ഈ ഫോമിലേക്ക്? അല്ല, അതാ ഞാൻ ചോദിക്കണേ, ഇങ്ങനെ മാറ്റാൻ പറ്റുമോ നമുക്ക് ഇക്വേഷനെ? x minus 2y plus 3, ഇതിന് നമുക്ക് y is, അതെ, നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നോക്കുക, 2y is equal to x plus 3, that is y is equal to x by 2 plus 3 by 2, ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇവിടെ കോമൺ എന്തെടുക്കാം?
കോമൺ എന്തെടുക്കും? അത് ബുദ്ധിമുട്ടല്ലേ ചെയ്യാനായിട്ട്, അത് കാരണം അതിൽ ചെയ്ത് എളുപ്പത്തിൽ കിട്ടുമല്ലോ. ഇവിടെ നമുക്കുള്ള ഇക്വേഷൻ x മൈനസ് 2y പ്ലസ് 3 ഈക്വൽ ടു 0 ആണ്. സോ x പ്ലസ് 3 ഈക്വൽ ടു 2y, y is equal to x by 2 plus 3 by 2 അല്ലെ. എക്സിന്റെ ഇങ്ങനെ എഴുതുമ്പോ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലെ. സോ ഇവിടുത്തെ സ്ലോപ്പ് എന്താ? m1. m1 എന്ന് പറയുന്നത് എന്താ? 1/2. കിട്ടിയോ? y is equal to mx plus c. ഈ ഫോമിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ മാറ്റുക, അതായത് y is equal to something എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. അപ്പൊ ഞാൻ ആദ്യം ഈ 2y ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പൊ I got x plus 3 is equal to 2y. എനിക്ക് 2y വേണ്ട, y മാത്രം മതി. So I divided throughout with 2. അപ്പൊ എന്ത് കിട്ടി? ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ ഇതേപടി തന്നെ ചെയ്യാം. സ്ലോപ്പിന്റെ വാല്യൂ കണ്ടുപിടിച്ച് മൈനസ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് L2 ഇക്വേഷൻ എന്ന് പറയുന്നത് 3x plus y minus 1 equals 0. Therefore y is equal to minus 3x plus 1. ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ minus 3 ആണ്. Therefore m2 is equal to minus 3. ഇനി നമ്മളിലുള്ള ഇക്വേഷൻ എന്താ? tan theta is equal to modulus of m1 minus m2 divided by 1 plus m1 m2. That is tan theta is equal to modulus of m1 എന്താ? 1/2. 1/2 minus 3 divided by 1 plus 1/2 into minus 3, which is equal to 7/2 divided by 1 minus 3/2. That is modulus of 7/2 divided by minus 1/2, which is equal to modulus of minus 7, which is equal to 7. ഇങ്ങനെയാണോ കിട്ടിയത്? 7 ആണോ കിട്ടിയത് tan theta? So tan theta എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലേ, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് m. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1/2 അല്ലേ. 1/2 into x അല്ലേ x/2 എന്ന് പറയുന്നത്. മോഡ് -7 which is equal to 7. 7/2 divided by negative 1/2 അല്ലേ. m1 മൈനസ് m2 ആണ് ഇക്വേഷൻ. മോഡുലസ് ഇട്ടിരിക്കുന്ന കാരണം ആൻസറിന് വ്യത്യാസം വരത്തില്ല, കുഴപ്പമില്ല എങ്ങനെ ഇട്ടാലും കേട്ടോ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? tan theta is equal to 7. Therefore theta is equal to tan inverse 7. Tan inverse. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്, ഇത് കംപ്ലീറ്റ് ചെയ്തല്ല, ആരൊക്കെ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? വേഗം എഴുതിക്കേ.
ടാൻ ഇൻവേഴ്സ് അതല്ല ഇൻവേഴ്സ് ഫംഗ്ഷൻ. നിങ്ങൾ ഇൻവേഴ്സ് പഠിച്ചിട്ടില്ലേ? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ടാൻ ഇൻവേഴ്സ് കാണുന്നത്? അല്ലല്ല, കേട്ടിട്ടുണ്ടെന്നാ ഒരു ചാപ്റ്റർ അല്ലായിരുന്നു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു? 12th ശരി. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ if the angle between two lines അത് 12th എളുപ്പമാണ്, കുഴപ്പമില്ല. If the angle between two lines is pi by 4, if the angle between two lines is pi by 4 and the slope of the line is 1 by 2 and the slope of the line is 1 by 2, comma, find the slope of the other line. Find the slope of the other line. If the angle between two lines is pi by 4 and the slope of the line is 1 by 2, comma, find the slope of other line. Tan theta അല്ല, theta ആണ് pi by 4. ചെയ്തേ. Tan 45 എത്രയാ? എന്താ സാറെങ്കിൽ എല്ലാം മറന്നുപോയാ? 5/4 എന്താ? 45 അല്ലേ? pi by 4 pi by കിട്ടും കിട്ടും. tan pi by 4 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട്. അതെങ്ങനെ കിട്ടി? 1 ആണെന്ന്. അല്ല, അങ്ങനെയല്ല. അതെന്ന് പറഞ്ഞാൽ ആ ലൈനും എക്സ് ആക്സിസും കൂടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ആ കേസിലാണ് നമ്മൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എം എന്ന് എടുക്കുന്നത്. ഇവിടെ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ വന്നേക്കുന്നത് 45. അതായത് നമ്മളെ അതാണ് ഉടനെ ആൻസർ ചെയ്തിട്ടിരിക്കണം അല്ലേ? ഇപ്പൊ ഒരു ലൈൻ നമ്മുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നേരത്ത് ഇപ്പൊ ഈ ലൈൻ ഇങ്ങനെയാണെങ്കിൽ ഈ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ ആ കേസിൽ. അപ്പൊ അതിലാണ് നമ്മൾ എം എസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതണേ. ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്ന രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അതറിയില്ല, രണ്ട് ലൈൻസുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അല്ല, ഇത് നിങ്ങൾ കണ്ടുപിടിക്കും. അല്ല, ഇവിടെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2 അല്ലേ? അതിനകത്ത് ടാൻ തീറ്റ ഈക്വൽ മോഡുലസ് ഓഫ് m2 മൈനസ് m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. അതാണ് ഇക്വേഷൻ. അതിൽ ഒരു സ്ലോപ്പ് തന്നിട്ടുണ്ട്,
എത്രയാ? 1/2 തന്നിട്ടുണ്ട് ഒരു സ്ലോപ്പ്. ഇനി മറ്റത് കണ്ടുപിടിച്ചാ പോരെ? ആ മറ്റേ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. tan theta tan 45 1. ആ M1 വൈഷ്ണവി നേരെ ഇരുന്നേ. കിട്ടിക്കഴിഞ്ഞിട്ട് മിണ്ടിയാ മതി. കഴിഞ്ഞോ അനല്ല? 3 കിട്ടിയോ? എന്തിനാ കരയണേ? ആൻസർ കിട്ടാത്തോണ്ടാണോ പറഞ്ഞ? ചെയ്തോ? വേഗം ചെയ്. അങ്ങനെയല്ല, ആൻസർ 2 ആൻസേഴ്സ് കിട്ടും കണ്ടുപിടിച്ചു. അതല്ല, തെറ്റാണപ്പോ. ജിസ്സാണ് കേട്ടോ ആൻസർ ബോർഡിൽ എഴുതേണ്ടത്. എത്ര കിട്ടിയ? 3യും 2 വാല്യൂസ് ഇട്ട് 2 വാല്യൂസ് പറയണം. സാരൻ ഒന്ന് ചെയ്തേ. ആ 2 ആൻസർ മോഡുലസ് അല്ലേ? മോഡുലസ് ഉള്ളത് കാരണം പ്ലസ് ഓർ മൈനസ് എടുക്കണം. മോഡുലസ് വാല്യൂസ് ഈക്വൽ ടു 1 എന്നല്ലേ കിട്ടിയ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് കിട്ടിയ? അപ്പൊ ആ മോഡുലസ് മാറ്റുമ്പോ പ്ലസ് ഓർ മൈനസ് 1 എന്ന് വരുമ്പോ
എന്തൊക്കെയാ ഒരു ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം ചെയ്യാട്ടോ. വൈഷ്ണവി. Angle between two lines is pi by 4. Slope of the line is 1 by 2. Find the slope of the other line. Equation ആദ്യം എഴുതും. Tan theta is equal to ഒരെണ്ണം -1/3. എന്താ കിട്ടിയ ആൻസർ? എന്താ കിട്ടിയ? ഇവിടെ നോക്കാം, മോഡുലസ് ഓഫ് 1 മൈനസ് 2m1 ഡിവൈഡ് ബൈ 2 പ്ലസ് m1 ഇസ് ഈക്വൽ ടു 1. ആ മോഡുലസ് മാറ്റുമ്പോൾ നമുക്ക് നമ്മൾ എന്ത് കൊടുക്കണം? പ്ലസ് ഓർ മൈനസ് 1 എന്ന് കൊടുക്കണം കേട്ടോ. വൺ ഇസ് ഈക്വൽ ടു മൈനസ്, അതെങ്ങനെ മൈനസ് 2m1 വന്നേ? ആ സൈൻ മാറ്റി 2m1 മൈനസ് 1. ഇപ്പൊ കറക്റ്റ് ആയി. m1 is equal to 3 or m1 is equal to -1. ചെയ്ത് കഴിഞ്ഞോ? വേദ, ദിയ, സയോൺ, നന്ദന? കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേഗം എഴുതട്ടോ.
കഴിഞ്ഞോ? കഴിഞ്ഞോ? പറഞ്ഞോട്ടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാ കഴിയാത്ത? കഴിഞ്ഞോ വിമൻ? Show that the tangent of an angle between the lines x by a plus y by b show that tangent of an angle between the lines tangent of an angle എന്ന് പറഞ്ഞാൽ എന്താ? tan theta എന്ന് പറഞ്ഞാൽ tangent of theta. അതല്ല. Show that the tangent of an angle between the lines x by a plus y by b equal to 1 and x by a minus y by b equal to 1 is 2ab divided by a square minus b square. Show that the tangent of an angle between the lines x by a plus y by b equal to 1 and x by a minus y by b equal to 1 is 2ab divided by a square minus b square. a square minus b square ആണെന്ന് പ്രൂവ് ചെയ്യണം. tan theta ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണ് tan theta ഇക്വേഷൻ? tan theta is equal to modulus of m1 minus m2 divided by 1 plus m1 m2. This is the equation for finding tan theta. So for this we have to find m1 and m2. m1 എന്താ ഇവിടെ? m1 എന്താ? എങ്ങനെ കണ്ടുപിടിക്കും? ജസ്റ്റ് മൈനസ് ബി ബൈ എ. ഇതാണ് ഫസ്റ്റ് സ്ലോപ്പ്. ഈ ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. അടുത്തതിന് ഇവിടെ മൈനസ് അല്ലേ? ഈ ഫോം ആണെങ്കിൽ m2 എന്ന് പറയുന്നത് ബി ബൈ എ ആണ്. പഠിച്ചിട്ടില്ല അല്ലേ? നോട്ട് ചെയ്ത് വെച്ചോ. അത് നോട്ട് ചെയ്ത് വെച്ചോ. അങ്ങനെ ഉണ്ട് കേട്ടോ. പഠിച്ചിട്ടില്ല. ഏത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ? ബി എക്സ് പ്ലസ് എ വൈ ഇസ് ഈക്വൽ ടു എ ബി അല്ലേ? ബി എക്സ് പ്ലസ് എ വൈ ഈക്വൽ എ ബി എന്നിട്ട് എ വൈ ഇസ് ഈക്വൽ ടു എ ബി മൈനസ് ബി എക്സ്, വൈ ഇസ് ഈക്വൽ ടു എ ബി ബി മൈനസ് ബി ബൈ എ എക്സ്. നോക്കി, എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ബി ബൈ എ അല്ലേ? ചിലരെ പഠിപ്പിച്ചിട്ടുണ്ടാവും, ചിലരെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലെ? നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. മറ്റത് വേണമെങ്കിൽ ചെയ്ത് നോക്കിയോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ബി മൈനസ് എ വൈ ഇസ് ഈക്വൽ ടു എ ബി എന്ന് വരും. ദാറ്റ് ഇസ് എക്സ് ബി മൈനസ് എ ബി ഈക്വൽ എ വൈ. എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ബി ബൈ എ മൈനസ് ബി ഈക്വൽ വൈ. നോക്കിയതേ ബി ബൈ എ കിട്ടിയില്ലേ? അപ്പൊ m1 m2 കിട്ടി. ഇനി എന്ത് ചെയ്യാ? അല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2 ആണ്. ഇനി m1 m2 അങ്ങോട്ട് മാറിപ്പോയി എന്നും പറഞ്ഞ് കുഴപ്പമില്ല, കാരണം അവിടെ മോഡുലസ് ഉണ്ട്.
അപ്പൊ ചിലർ M1 എന്നെടുക്കുന്നതായിരിക്കില്ല, അടുത്ത ആളത് ചിലപ്പോൾ M2 എന്നായിരിക്കും എടുക്കുക. അപ്പൊ അതുകൊണ്ട് ആ ചേഞ്ച് വരുന്നത്. ശരി. A square plus B square എന്നാണോ കേട്ടെ? അല്ലല്ലോ. tan theta equal modulus of M1. M1 എന്ന് പറഞ്ഞാൽ എന്താ? minus B by A divided by 1 plus minus B by A into plus B by A is equal to modulus of minus 2B by A divided by 1 plus 1 minus B square by A square. ഇവിടെ ഒരു മൈനസ് ബി ഇല്ലേ? ഒരെണ്ണം മൈനസ് ബി ബൈ എ, ഒരെണ്ണം പ്ലസ് ബി ബൈ എ ആണ്. അപ്പൊ ഒരു നെഗറ്റീവ് സൈൻ വരും. Which is equal to modulus of minus 2b by a divided by a square minus b square divided by a square. Which is equal to modulus of 2b by a into a square divided by a square minus b square. Which is equal to modulus of minus 2ab divided by a square minus b square, which is equal to 2ab divided by a square minus b square. Hence proved. എവിടെ സ്റ്റക്കായി? മോഡുലസ് ഇടും. ശരിയാ. ഇവിടെ a minus 2b minus 2b by a. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ. രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെയാണ്? റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ്
നിങ്ങൾ കഴിഞ്ഞോ? വേദ, ദിയ, സയോൺ, നന്ദന കഴിഞ്ഞോ? 5 minutes. 5 minutes ഫാസ്റ്റ് ആണ്. Find the angle between the lines. Y is equal to 2 minus root 3 into x plus 5 and y is equal to 2 plus root 3 into x minus 7. Find the angle between the lines. Y is equal to 2 minus root 3 into x plus 5 and y is equal to 2 plus root 3 into x minus 7. ചെയ്തോ? ആ കേവിക്കാരുടെ പോർഷൻസ് കഴിഞ്ഞോ? കഴിഞ്ഞു, തീർത്തു. പ്രോബബിലിറ്റി ഏത് ചാപ്റ്റർ പഠിപ്പിക്കാത്ത? ഒരാള് തന്നെയല്ലേ 2 ക്ലാസ്സിൽ എടുക്കണേ അല്ലേ? അല്ല, അപ്പൊ ഇപ്പൊ എന്താ നടക്കണേ? റിവിഷൻ ആണോ? ആ ഓക്കെ ഓക്കെ, ചെയ്തേ. അല്ല, നിങ്ങക്ക് എന്തായാലും ഫെബ്രുവരിയിൽ എക്സാം, മാർച്ചിലല്ലേ? എന്തിന്റെ? ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. y is equal to mx plus c ഫോമിലേക്ക് എടുക്കുക. നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദി ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്, തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ എന്താ? തീറ്റയാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ tan theta is equal to ഇക്വേഷൻ എന്താ? മോഡുലസ് ഓഫ് m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 plus m1 m2. അതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? അപ്പൊ m1 m2 നമുക്ക് കണ്ടുപിടിക്കണം. m1 m2 ഇക്വേഷനിൽ നിന്ന് m1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഏത് ഫോമിലേക്ക് ആക്കണം? y is equal to mx plus c ഫോമിലേക്ക് മാറ്റണം. ആ ഫോമിൽ അല്ല ഇപ്പൊ ഉള്ളത്, അങ്ങോട്ടേക്ക് മാറ്റണം. mx plus c ഫോമിലേക്ക് ഇക്വേഷനെ ചേഞ്ച് ചെയ്യണം. ആണോ? നോക്ക്. എന്ത് എമ്മോ? ആ അതെ അതെ.
√3 മാത്രമേ കിട്ടിയുള്ളൂ. രണ്ട് വാല്യൂസ് ഉണ്ട്. ആ രണ്ട് ആംഗിൾ കിട്ടും. പൈ മൈനസ് 60, 180 മൈനസ് 60 മൈനസ് വരുമ്പോഴത്തേക്കും ടാൻ മൈനസ് വരുമ്പോഴേ നമ്മൾ എന്താ ചെയ്യണേ? പൈ മൈനസ് വരുമ്പോഴാണ് മൈനസ് ടാൻ ഓഫ് മൈനസ് 6 എടുക്കണേ. പൈ മൈനസ് എന്ന് പറയുന്നത് പൈ എന്ന് പറഞ്ഞാൽ 180, 180 മൈനസ് 60 ദാറ്റ് ഇസ് 120. അല്ല, ഇത് നമുക്ക് അറിയാവുന്ന വാല്യൂ അല്ലേ? ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് 7 എന്നൊക്കെ കിട്ടിയത് നമുക്ക് അറിയില്ല. പക്ഷെ ടാൻ ഇൻവേഴ്സ് √3 ഒക്കെ നമുക്ക് അറിയാൻ നമ്മൾ പഠിച്ചിട്ടുള്ള വാല്യൂസ്. അപ്പൊ അത് എഴുതണം. അത് പൈ മൈനസ് അത് കിട്ടിയോ? ആൻസർ കിട്ടിയോ? ആരെ എഴുതണേ? വൈഷ്ണവി ഒന്ന് എഴുതിക്കേ. വൈഷ്ണവി വേഗം ഇങ്ങനെയാണോ കിട്ടിയേ? ഇങ്ങനെയാണോ കിട്ടിയേ? ഇങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയേ? ഇങ്ങനെ അല്ല കേട്ടോ. ഇതൊക്കെ √3 കിട്ടി. ഇവിടെ എക്സിന് വേറൊരു കോഎഫിഷ്യന്റ് കൂടെ ഉണ്ടല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ എന്താ കിട്ടാ? ഫസ്റ്റ് ലൈൻ ഇത് 2 മൈനസ് √3 ഇൻറ്റു എക്സ് എന്ന് പറയാൻ എന്താ? 2 മൈനസ് √3 എക്സ് പ്ലസ് 5 ഇൻറ്റു 2 മൈനസ് √3. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ടേം ബൈ ടേം എടുത്തും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. ഇപ്പൊ ഇതല്ലേ എനിക്ക് എളുപ്പം. 2 മൈനസ് പക്ഷെ അപ്പൊ √3 കിട്ടത്തില്ല. ടേം ബൈ ടേം എടുക്കുമ്പോ എങ്ങനെയാ കിട്ടാതെ നോക്കി. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തത്? 2x പ്ലസ് 10 മൈനസ് എക്സ് √3 മൈനസ് 5 √3. ഇതിനകത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 2x മൈനസ് എക്സ് √3 ആണ്. എക്സ് കോമൺ എടുക്കുമ്പോ 2 മൈനസ് √3 കണ്ടോ? അപ്പൊ ഇവിടെ 2 മൈനസ് √3 ആണ് m1 ആയിട്ട് വരുന്നത്. രണ്ട് സെയിം ആണ്. ഇതാണ് ഒന്നുകൂടെ എളുപ്പം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. മതി, ആൻസർ സെയിം ആണ്. അപ്പൊ ഇവിടെ m1 എത്രയാണ്? m1 is 2 മൈനസ് √3. ഇനി L2 എടുക്കുമ്പോ 2 പ്ലസ് √3 ഇൻറ്റു എക്സ് മൈനസ് 7 ഇൻറ്റു 2 പ്ലസ് √3. Therefore m2 is equal to 2 plus √3. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ എന്താ കിട്ടാ? tan theta is equal to modulus of m1 minus m2 divided by 1 plus m1 m2, which is equal to modulus of 2 minus √3 minus 2 minus √3 divided by 1 plus 2 minus √3 into 2 plus √3, which is equal to 2 and minus 2 will get cancelled, minus 2 √3
ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് 2 സ്ക്വയർ 4 മൈനസ് √3 സ്ക്വയർ 3 which is equal to minus 2 √3 divided by 1 plus 4 5 5 minus 3 2. So tan theta is equal to modulus of minus √3. So tan theta എന്താകാം √3 ആകാം. tan theta is equal to minus √3 ആകാം. tan theta എപ്പോഴാ √3 ആവണേ? theta is equal to tan inverse √3. theta is equal to tan inverse minus √3. നിങ്ങൾക്ക് അറിയില്ല അല്ലെ? ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ടാനിന്റെ ഏത് വാല്യൂലാണ് √3 കിട്ടുന്നത്. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു എത്രയാ? 16 120. ദിസ് ഈസ് ദി ആൻസർ. അങ്ങനെയില്ല, അല്ല അത് ചെയ്ത് നോക്കണം. അത് ചെയ്ത് നോക്കണം. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്റർ തന്നെ ചെയ്താലോ? വേണോ? മിസ്സലേനിയസ് വേണോ? ആണോ? മിസ്സലേനിയസ് എക്സസൈസ് എക്സാമ്പിളും വേണോ? എക്സസൈസ് ഇങ്ങനെ എല്ലാം ചെയ്യിപ്പിക്കത്തില്ല, കുറച്ച് സെലക്ട് ചെയ്തിട്ട് ഒരേ മോഡലിൽ വരണ എല്ലാം ചെയ്യിപ്പിക്കത്തില്ല, എല്ലാത്തിന്റെയും ഓരോ ഇത് വെച്ചിട്ട് ചെയ്യാം. ഉണ്ടാകും. അപ്പൊ ഈ വർഷം തീരില്ലെന്ന് സാരം. സാറ്റർഡേ സൺഡേ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സലേനിയസ് എടുക്കാം. സ്ട്രെയിറ്റ് ലൈൻസിന്റെ മിസ്സലേനിയസ് എന്നാണ്? സാറ്റർഡേ അല്ലേ? അല്ല, നിങ്ങൾക്ക് ഇനി അടുത്ത ട്യൂസ്ഡേ ഉള്ളൂ അല്ലേ? ഉണ്ടാകില്ലേ? ഞാനും വരില്ല. ട്യൂസ്ഡേ നമുക്ക് ചെയ്യാം മിസ്സലേനിയസ് സ്ട്രെയിറ്റ് ലൈൻസ്. ലോങ് സെഷൻ എന്നെടുക്കാനാ? ഞാനിവിടെ 3 മണി മുതലുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇത്രയും പഠിച്ചിട്ട് വരാം കേട്ടോ.